ഈസ് ഓൾവേസ് റോങ്. അച്ഛന്മാരെപ്പോഴും തെറ്റാ. കറക്റ്റ് സമയത്ത് കുർബാന തുടങ്ങിയാൽ നമ്മൾ പറയും അച്ഛൻ്റെ വാച്ച് എന്നാ നേരത്തെയാണ്. എന്നാൽ അല്പം താമസിച്ചാലോ നമ്മൾ പറയും അച്ഛന് കൃത്യനിഷ്ഠയില്ല. അച്ഛൻ കുർബാനയ്ക്ക് അല്പം സമയം കൂടുതൽ എടുത്താലോ നിന്ന് മടുത്തു എന്നാ കുർബാനയാ. ഇനി കുർബാന അല്പം നേരത്തെ തീർന്നാലോ അച്ഛൻ എന്തോ പരിപാടി ഉണ്ടെന്നേ ഒരു വഴിപാട് കഴിച്ചു പോയി. പഴകി ദ്രവിച്ച് വീഴാറായ പള്ളി അച്ഛൻ പുതുക്കിപ്പെടുത്താലോ എന്തിനാ ഇത്ര വലിയ പള്ളി? കൊട്ടാരം പോലെ. ഈശോ ജനിച്ചത് പുൽക്കൂട്ടിലല്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ? ഇനി ഇടവകയിൽ ഒരു പണിയും നടക്കുന്നില്ലെങ്കിലോ അച്ഛൻ കുഴിമടിയൻ, ഒട്ടും ആക്റ്റീവ് അല്ലെന്നേ. ഈ അച്ഛൻ്റെ കാലത്ത് ഈ ഇടവകയ്ക്ക് ഒരു വളർച്ച ഉണ്ടാകാൻ പോണി. ഇടവകക്കാരോട് അല്പം അടുപ്പം പുലർത്തിയാലോ അച്ഛൻ അവരെ പോലെ പെരുമാറും. ഇനി അല്പം അകലം പാലിച്ചാലോ അച്ഛനൊരു ജാടക്കാരനാണ്, ആരോടും അടുക്കുകയില്ല. ഇനി മുതിർന്നവരുടെ കൂടെ കൂടിയാലോ അത് ഞാനൊരു പഴഞ്ചന, യൂത്തുമായിട്ടൊന്നും ഒരു കമ്പനി ഇല്ലെന്നേ. ചെറുപ്പക്കാരുടെ കൂടെ കൂടിയാലോ അച്ഛൻ ചെത്ത, ഇതിയാനൊന്നും വൈദികനാകേണ്ട ആളല്ലാന്നേ. ഇനി കുമ്പസാരിപ്പിക്കാൻ അല്പം കൂടുതൽ സമയമെടുത്താലോ അച്ഛൻ വല്ലാത്ത ഉപദേശമാണ്. കുമ്പസാരം എങ്ങാനും വേഗത്തിൽ കഴിഞ്ഞാലോ ഒറ്റ വെട്ട കഴിഞ്ഞു. കേൾക്കാൻ അച്ഛന് നേരമില്ലെന്നേ. പ്രസംഗം 10 മിനിറ്റിൽ കൂടിയാലോ 6 ബോറൻ പ്രസംഗം. ഇനി അല്പം കുറഞ്ഞാലോ അച്ഛൻ ഇത്രയും കാലമായിട്ട് പ്രസംഗിക്കാൻ അറിയില്ലെന്നേ. അച്ഛൻ അല്പം ഗൗരവത്തിൽ സംസാരിച്ചാലോ അച്ഛനൊരു ചൂടനാണ്. ഇനി അല്പം മൃദുവായി സംസാരിച്ചാലോ അച്ഛന് പ്രതികരിക്കാൻ അറിയാൻ മേല. അച്ഛൻ ചെറുപ്പമാണെങ്കിലോ കൊച്ചു പയ്യൻ, ഒന്നും അറിയത്തില്ല. ഇനി പ്രായമുള്ള അച്ഛനാണെങ്കിലോ ഈ അച്ഛനെ എങ്ങോട്ട് വിട്ടേക്കുന്നത്? അച്ഛനെ വല്ലോ വൃദ്ധസദനത്തിലും കൊണ്ടേ ആക്കേണ്ടതാണ്. അച്ഛൻ അല്പം ഗൗരവക്കാരനാണെങ്കിലോ ആളൊരു ചൂടൻ, ഒരു മനുഷ്യപ്പറ്റില്ലാത്ത അച്ഛൻ. അച്ഛൻ അല്പം സോഫ്റ്റ് ആയാലോ ആർക്കും എന്തു ആവാം, ഒരു പ്രതികരണശേഷി ഇല്ലാത്ത അച്ഛൻ. ഹി ഈസ് ഓൾവേസ് റോങ്. യെസ്. പക്ഷേ എനിക്ക് മറിച്ച് ചിലത് പറയാനുണ്ട് പുരോഹിതന്മാരെ കുറിച്ച്. നിങ്ങൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും വിമർശിച്ചാലും പരിഹസിച്ചാലും അപഖ്യാതികൾ പറഞ്ഞാലും ക്രൈസ്തവ ജീവിതത്തിൽ വൈദികന്റെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കാൻ, നമ്മുടെ കുടുംബജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തീർക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ പറഞ്ഞു തീർക്കുവാൻ, നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നമ്മുടെ വൈദികരല്ലാതെ ആരാണ് നമുക്കുള്ളത്? മറ്റെവിടെയാണ് നമുക്കൊരു ഇടം കണ്ടെത്താൻ സാധിക്കുക? വീടും കുടുംബവും ഉപേക്ഷിച്ച് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ, അവരുടെ വേദനയും ഏകാന്തതയും ഒറ്റപ്പെടലുമെല്ലാം നമ്മളിൽ എത്ര പേർ തിരിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ട്? പലവിധ രോഗങ്ങൾ അലട്ടുമ്പോഴും പരാതികളും പരിഭവങ്ങളുമില്ലാതെ തന്നെ ഏൽപ്പിക്കപ്പെട്ട ജോലി പൂർത്തിയാക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന വൈദികന്റെ സഹനം ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ജീവിതകാലം മുഴുവൻ നമുക്ക് വേണ്ടി അധ്വാനിച്ച, ജീവിതം മുഴുവൻ നമുക്ക് തന്നു തീർത്ത നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ വാർദ്ധക്യത്തിന്റെ അവശതകളിൽ സാനിറ്റോറിയത്തിൽ കഴിയുകയാണ്. സാനിറ്റോറിയത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ ഏകാന്തവാസം നയിക്കുന്ന അവർക്ക് നമ്മുടെ സന്ദർശനം ഒരുപാട് സന്തോഷമാണെന്നേ. ക്രിസ്തുമസിന്റെ ഈ കാലത്ത് നമുക്ക് അവരെ ഒന്ന് സന്ദർശിക്കാം. അവർക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുവാനുണ്ട്. അതെല്ലാം ഒന്ന് കേൾക്കുന്നത് അവർക്ക് ഒരുപാട് സന്തോഷമാകുമെന്നേ. പാലക്കാട് ചുരം കടന്നു വരുന്ന ചാലക്കുടി പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും ഇടയിലുള്ള സ്ഥലത്തു കൂടി അനുഭവപ്പെടുന്ന ഒരു നല്ല കാറ്റുണ്ട്. അതിന് വൃശ്ചികക്കാറ്റ് എന്നാണ് പറയുക സാധാരണ. ആ വൃശ്ചികക്കാറ്റ് തുടങ്ങുമ്പോൾ കുട്ടികൾ പറയും ക്രിസ്മസ് കാറ്റ് തുടങ്ങിയെന്ന്. ക്രിസ്മസ് കാറ്റ്. കീറ അല്ലെങ്കിൽ മുള അത് പച്ചക്ക് കീറി കഷ്ണങ്ങളാക്കി നക്ഷത്രങ്ങളുണ്ടാക്കും. എന്നിട്ട് ചൈന പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് കിട്ടുന്ന ആ പേപ്പർ കൊണ്ട് നമ്മളതിൻ്റെ 5 ഭുജങ്ങൾ കെട്ടി ഒട്ടിച്ച് ഉണ്ടാക്കും. അതിനുള്ളിലൊരു വിളക്ക് വയ്ക്കണം. അത് മെഴുതിരിയായാൽ മൊത്തത്തിൽ പിടിച്ചേക്കാം. അപ്പോൾ വിളക്ക് വീഴാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലൊരു തട്ടുണ്ടാക്കും. ആ തട്ടിൽ ഈ വിളക്ക് വെച്ചിട്ട് ഇതിങ്ങനെ
ഇങ്ങനെ വലിച്ച് നമ്മൾ കൊടിമരത്തിൽ ഇങ്ങനെ ഉയർത്തണമാര് ഉയർത്തി വയ്ക്കും. രാത്രി അത്താഴം കഴിഞ്ഞാൽ ഒരു 8-9 മണിയോടുകൂടി ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങും. അയൽപക്കത്തുള്ള വീട്ടുകാരെയും ഒക്കെ കൂട്ടിച്ചേർക്കും. കാരണം അന്ന് വഴികളിൽ ലൈറ്റില്ല, നല്ല റോഡില്ല, കാളവണ്ടി പോയി ചാലായിട്ടുള്ള റോഡുകളൊക്കെയാണ്. പക്ഷെ അന്നൊന്നും ഈ വൈദ്യുത ദീപങ്ങളില്ലാത്തത് കൊണ്ട് പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ നടക്കണം. ഉണക്കിയ ഓല ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കെട്ടി ഒരു ചൂട്ട് പോലെയാക്കും. അതിന് ചൂട്ടെന്ന് തന്നെയാണ് പറയുക, ചൂല് പോലെയാക്കും. അത് കഴിഞ്ഞ് തീ കൊടുത്തി കഴിഞ്ഞാൽ അത് കെടാറാകുമ്പോൾ നമ്മളൊന്നും കൂടെ വീശി കൊടുക്കുമ്പോൾ അത് പ്രകാശിക്കും. അന്ന് ടോർച്ച് ലൈറ്റുകളൊന്നും കാര്യമായിട്ടില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ടോർച്ച് ലൈറ്റ് സാധാരണ 3 കട്ടയുടെ ടോർച്ചുമായിട്ട് പട്രോളിന് വരുന്ന പോലീസുകാരൻ്റെ കയ്യിലാണ് കാണാറ്. അപ്പോൾ ക്രിസ്മസിന് പള്ളിയിൽ പോകുമ്പോൾ മിക്കവരുടെ കയ്യിൽ ഓരോ ചൂട്ടുണ്ടാകും. 2-3 ചൂട്ട് കത്തിച്ചാലാണ് വീട്ടിൽ നിന്ന് പള്ളി വരെ എത്താനുള്ള വെളിച്ചം കിട്ടുക. അതുപോലെ തിരിച്ചു വരാനും ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നാൽ അതിനു വേണ്ടിയും ഒക്കെ കരുതുക. അതൊക്കെ പിള്ളേരുടെ കയ്യിലായിരിക്കും ഓരോന്ന്. അങ്ങനെ പള്ളിയിൽ പാതിര കുർബാനയ്ക്ക് മുൻപ് അവിടെ ചെല്ലും, കാലും മുഖമൊക്കെ കഴുകി അവിടെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും പള്ളിയിലുള്ള അലങ്കാരങ്ങളൊക്കെ കാണാൻ കിടന്നിറക്കും. അന്ന് ഇലക്ട്രിക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പള്ളിയുടെ അകത്ത് തൂക്കുവിളക്കുകളാണ്. ഗ്യാസ് ലൈറ്റുകൾ കത്തിക്കാറുണ്ട്. പിന്നെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ കത്തിച്ച് ഒഴിക്കുന്ന വലിയ ഗ്ലാസ്സുകൾ വെച്ചുള്ള വിളക്കുകളുണ്ട്. വലിയ പള്ളികളിലൊക്കെ അതിങ്ങനെ പെരുന്നാളുകൾക്ക് ക്രിസ്മസിനൊക്കെ തെളിയിച്ച് അതൊരു അലങ്കാരം പോലെയാണ്. 3 കുർബാന ഉണ്ടാവും സാധാരണ നിലയിൽ. പാതിരയ്ക്ക്, 12 മണിക്ക്, 3 മണിക്ക്, 5 മണിക്ക്. അന്ന് അച്ഛന്മാർ അതൊക്കെ അങ്ങനെ ചെയ്യും. ഈ പ്രാവശ്യം ഒന്നും കാണുന്നില്ല വാസ്തവത്തിൽ. അത് പ്രത്യേക അർത്ഥത്തിലാണ് അന്നൊക്കെ ആ 3 കുർബാന ചൊല്ലിയിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ആദ്യത്തെ കുർബാനയ്ക്ക് പോകും. പിന്നെ പള്ളിയിൽ പുൽക്കൂട് ഉണ്ടാക്കിയാൽ അന്നൊക്കെ അത് മറച്ചിടുകയാണ് ചെയ്യുക. ഉണ്ണിയെ കൊണ്ട് ചെല്ലണം നേരാകുമ്പോഴാണ് അത് തുറന്നിട്ട് ഉണ്ണി അതിൽ വയ്ക്കുക. അപ്പോൾ ചെന്നാൽ പുൽക്കൂടൊക്കെ അങ്ങനെ ചുറ്റും നടന്ന് ഫ്രണ്ടിലെ കർട്ടൻ ചിലപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് തുറന്ന് എത്തിച്ച് നോക്കി പോരും എന്തൊട്ടൊക്കെ അതിനുള്ളിലുള്ളതെന്ന് കാണാൻ. കൃത്യമായിട്ട് പറഞ്ഞാൽ കുർബാനയുടെ അല്ലെങ്കിൽ പിറവിയുടെ തിരുക്കർമ്മങ്ങൾ തുടങ്ങി ഉണ്ണിയുടെ രൂപമായിട്ട് അവിടെ കൊണ്ടു ചെല്ലുന്ന നേരത്താണ് കമ്പിത്തിരികളും മറ്റുമൊക്കെ കത്തിച്ച് അവിടെ ചെല്ലുന്ന നേരത്ത് വിരിമാറ്റി അതിനുള്ളിൽ ഉണ്ണിയെ പ്രതിഷ്ഠിച്ച് ചില പാട്ടുകളൊക്കെ ചിലർ പാടും. ഏതായാലും എല്ലാ പുൽക്കൂടിൻ്റെയും മുമ്പിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ നന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞുള്ള ഒരു ബാനർ കെട്ടാറുണ്ട്. ഇന്നിപ്പോൾ പല പുൽക്കൂടിന് മുമ്പിൽ അതങ്ങനെ കാണാറില്ല. അത് അന്നൊരു നിർബന്ധമായ കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആഘോഷമായ പാട്ടുകുർബാന, അന്നത്തെ സുറിയാനി പാട്ടുകുർബാന, അതിൻ്റെ പ്രധാനമായ 2-3 ഉപകരണങ്ങൾ. വലിയ പള്ളികളൊക്കെ ആണെങ്കിൽ ചവിട്ട് ഹാർമോണിയം ഉണ്ടാവും, അതുപോലെ ഒരു സ്ലീവാക്കോലും ഉണ്ടാവും, റേവയ്ക്കും ഉണ്ടാവും. അത് കുർബാന തുടങ്ങുന്നതിന് മുൻപേ ആ പാട്ടുകാർ വന്നിരുന്നിട്ട് ഇങ്ങനെ മീട്ടിയിരിക്കും. റേവയ്ക്കന്ന് വായിക്കണ കേട്ട് നമുക്ക് മനസ്സിലാവും എന്തൊരു ദുരിതം എന്ന് പറയുന്ന പോലെയാണ് തോന്നുക. അന്നത്തെ റേവയ്ക്കയുടെ രീതി അങ്ങനെയാണ്. പള്ളിയിൽ ഏതാണ്ട് പരിപാടി കഴിയാറാകുമ്പോൾ നമ്മുടെ വിചാരം തന്നെ വീട്ടിൽ നൊയമ്പ് വീടുന്നതിനായിട്ട് അമ്മച്ചി ഞങ്ങൾക്ക് വട്ടയപ്പം ഉണ്ടാക്കി തരും. വീട്ടിൽ ചെന്ന് വട്ടയപ്പം ഉണ്ടാക്കി തരുന്നതിന്, വട്ടയപ്പം ഉണ്ടാക്കുന്ന ആ സമയത്ത് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും ഒന്ന് പുഴുകി കിട്ടാനായിട്ടൊക്കെ. അപ്പോൾ വളരെ രുചിയേറിയ പലഹാരമാണ് ഈ വട്ടയപ്പം എന്ന് പറയുന്നത്. കേക്കൊന്നുമില്ല. ആ വട്ടയപ്പം കഴിക്കാനായിട്ടാണ് ഞങ്ങൾ അതിന് ചെന്ന് നിൽക്കുക. തലേ ദിവസം പാകം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിക്കറി ഒക്കെ ഒന്ന് കാച്ചി വട്ടയപ്പം തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കും. തലേ ദിവസം വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ തന്നെ പിള്ളേർക്കൊക്കെ ഓരോ പീസ് അല്ല 2 പീസൊക്കെ വട്ടയപ്പം തലേ ദിവസം തന്നെ തരും. പക്ഷേ ഈ ക്രിസ്മസ് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇറച്ചി വട്ടയപ്പം അല്ലെ കട്ടൻ കാപ്പി അങ്ങനെയുള്ള വിഭവങ്ങൾ കൂടി നൊയമ്പ് വീടിൽ നടക്കുക. അത് മിക്കവാറും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും നൊയമ്പ് വീടിനുള്ള ഭക്ഷണം. വികൃതി കാണിക്കുന്ന കുറേ കുട്ടികൾ അന്നും ഉണ്ടായിരുന്നു, അന്നും ഉണ്ടാവും. പുൽക്കൂട് കാണാൻ ഇറങ്ങാവർ. അപ്പോൾ വീട്ടുകാരൊക്കെ നോമ്പ് വീടി വന്ന്
കുർബാന കഴിഞ്ഞ് വന്ന് അവരൊക്കെ ഒന്നുകൂടി വിശ്രമിക്കാൻ വേണ്ടി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ വീട്ടിലെ ആ പുൽക്കൂട്ടിൽ നിന്ന് ഉണ്ണീശോയിനെ എടുക്കും, പിന്നൊന്നും എടുക്കില്ല. അങ്ങനെ കുറേ വീടുകളിൽ, അടുത്തടുത്ത വീടുകളിൽ നിന്ന് ഉണ്ണീശോയെ മാത്രം പെറുക്കിയെടുത്തിട്ട് പിറ്റേ ദിവസം ആ വീട്ടുകാർ നോക്കുമ്പോഴോ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ഉണ്ണീശോ ഇല്ല. പിന്നെ സാധാരണ പിള്ളേരുടേതായ എന്തെങ്കിലും കളികൾ, അന്ന് പ്രധാനമായിട്ടുള്ള കളികളിൽ ഒന്ന് പന്ത് കളിയാണ്, തലമ പന്ത്, മറ്റൊന്ന് ചുട്ടിങ്കോലും, ഏതാണ്ട് ഈ ഇന്നത്തെ ക്രിക്കറ്റിൻ്റെ രീതിയിൽ. പിന്നെ കാറ കളിക്കുക എന്ന് പറയും, അതിപ്പോൾ നമ്മളുടെ ഹോക്കി കളിക്കുന്നതിൻ്റെ ഒരു രൂപമാണ്. അങ്ങനെയുള്ള കളികളാണ് അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതെല്ലാവരും പങ്കെടുക്കും. അതിൽ ചിലപ്പോൾ വഴക്കും വക്കാണോ അല്ലെങ്കിൽ വെറി പറയലും അത് മുട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കലൊക്കെ ഉണ്ടാവും. എങ്കിലും അതൊക്കെ പിള്ളേരുടെ കളികളുടെ ഒരു ഭാഗമാണ്. തലമപ്പന്ത് കളി സാധാരണ ഓല കൊണ്ടുള്ളൊരു പന്ത് ഉണ്ടാക്കിയിട്ടാണ്. ബോള് കാഴ്ച കൊടുത്ത് മേടിക്കലൊന്നും ആർക്കും ഇല്ല. ഓലപ്പന്ത് ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരുന്നു. കാശ്മീരിലെ വൈദികനായതിനു ശേഷം പോയപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത ഉള്ളത് ഡിസംബർ 1 തീയതി മുതൽ അവർ ഒരു പാട്ട് പാടി ഒരു ജുലൂസ് എന്ന് പറയും, ഒരു പ്രദർശനം നടത്തും. അങ്ങാടി മുഴുവനും പോയി അവിടെ ഇടവക്കാരും മുഴുവനും കുറേ പേരുണ്ട്. അവരൊക്കെ വന്ന് പുലർച്ചയ്ക്ക് ഒരു 5:30 തുടങ്ങിയ ആ ജലൂസ് പ്രദക്ഷിണം എങ്ങനെയാ ചുറ്റിക്കറങ്ങി വന്നു പള്ളിയിൽ കുർബാനയുടെ സമയത്ത് അവർ വരും. യേശുക്ക് ജയ് വിളിക്കും, അതുപോലെ ഹല്ലേലൂയ പാടും, അതുപോലെ തന്നെ ചില പ്രാർത്ഥനകളൊക്കെ അവർക്ക് പാട്ടുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പള്ളിയിലേക്ക് വരിക. 25 ദിവസം തുടർച്ചയായിട്ട് അവർ ഇങ്ങനെ ജലൂസ് നടത്താറുണ്ട്, പ്രദക്ഷിണം നടത്താറുണ്ട്. അതാണ് അവരുടെ ഒരുക്കം, വലിയ ഒരുക്കം. ക്രിസ്മസിൻ്റെ ദിവസത്തിന് ഒരു ആകുമ്പോഴേക്കും അവരൊക്കെ വന്ന് ക്രിസ്മസ് ദിവസം ആകുമ്പോൾ പുൽക്കൂട് ഉണ്ടാക്കാനൊക്കെ വരും. വീടുകളിലൊന്നും അങ്ങനെ ഉണ്ടാകുന്ന രീതിയില്ല. ക്രിസ്മസ് കാർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ കൊണ്ടുവയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. ക്രിസ്മസ് കൃപ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ വെച്ച് കുർബാനയുടെ നേരത്തെ പ്രത്യേകിച്ച് പട്ടാളക്കാരുള്ള സ്ഥലമാണ് അവിടെ ധാരാളം ആർമിക്കാർ. ആ ആർമിക്കാരൊക്കെ വരും. ആർമിക്കാരുണ്ട്, BSFകാരുണ്ട്, പിന്നെ ആ വിഭാഗങ്ങൾ മുഴുവനും. ഞാനിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴ് അവിടെ ആൾക്കാരായിരുന്നു. അപ്പം മലയാളീസ് ഉണ്ട്, തമിഴന്മാരുണ്ട്, ധാരാളം പേര് വരും കുർബാനയ്ക്ക്. അങ്ങനെ പാതിര കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ അവർ പാട്ട് പാടി എല്ലാവരും, ഈ ആർമിക്കാരും ജനങ്ങളെല്ലാവരും ഒരുമിച്ച് പാട്ട് പാടി ഇങ്ങനെ ഉല്ലസിച്ച് സന്തോഷിച്ചിട്ടാണ് കുർബാനയ്ക്ക് വരാറ്. അങ്ങനെ കുർബാന കഴിഞ്ഞാൽ ഞങ്ങളവിടെ കേക്ക് കട്ട് ചെയ്യും അന്നത്തെ കാലത്ത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും സമ്മാനം കൊടുക്കും, ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കമ്പിളിയാണ് കൊടുക്കുക. നല്ല തണുപ്പിൻ്റെ സമയമാണ് അങ്ങനെയൊക്കെ. ക്രിസ്മസ് ആകുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും, മൈനസൊക്കെ എത്തും. അപ്പോൾ വരുന്നവർക്കൊക്കെ ഓരോ കമ്പിളി കൊടുക്കും. അത് കൊടുക്കുന്നത് ഈ ആർമിക്കാർ കൊണ്ടുവന്ന് തരും, അവരെ കമ്പിളി. അങ്ങനെ കമ്പിളി അവിടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാങ്ങിച്ച് കൊണ്ടുപോകും. പിന്നെ വീട്ടിലേക്ക് പോകില്ല, എപ്പോഴും അവിടെ സ്കൂളിൽ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട്. അവിടെയാണ്, പള്ളിയിലാണ് ഭക്ഷണം പാകം ചെയ്യുക. അപ്പം നമ്മൾ പള്ളി വക ആടിനെ വാങ്ങിച്ചു കൊടുക്കും. എന്നിട്ട് പിന്നെ ആടിനെ കൊന്ന് അവരെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി അവിടെ നിന്ന് പോവുകയുള്ളൂ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട്. വീടുകളിലൊന്നും അങ്ങനെ സെലിബ്രേഷനൊന്നുമില്ല. എനിക്ക് ഹിന്ദി ഒന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല. അന്ന് ഇവിടുന്ന് പോകുമ്പോൾ 10ാം ക്ലാസ്സിൻ്റെ മറ്റുള്ള ചെറിയ തുമാരന ക്യാഹേ എന്നൊക്കെ മാത്രം പറയുന്നു. അതൊന്നും അവൾക്ക് മനസ്സിലാവില്ല എന്താ പറയുന്നുള്ളത്. മാർക്കറ്റിലേക്ക് പോവാണെങ്കിൽ ഞങ്ങൾ തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ കോഴി ഇറച്ചി മേടിക്കണം അന്ന് ഒരു അവസരത്തിൽ മേടിക്കണം. അപ്പോൾ കോഴി എന്നുള്ള വാക്ക് കിട്ടുന്നില്ല. മൃഗാന്ന് പറയുന്നതിന് മുറുകി എന്ന് പറയുന്നതിന് അറിയില്ല. അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട എന്നറിയാം. അതുപോലെ തന്നെ അണ്ട മാം എന്ന് പറഞ്ഞാൽ അമ്മ. അപ്പോൾ ചെന്നിട്ട് ചോദിച്ചു ഇതാണ് അണ്ടാക്കാൻ മാന്ത് ഏതോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുട്ടയുടെ അമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ, നമുക്ക് അറിയില്ല, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഉടനെ തന്നെ കോഴിയെ പിടിച്ച് നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഇതുപോലെ പല വികൃതി തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. സിസ്റ്റേഴ്സിനെ പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ഉണ്ട്. ഖുദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉറുദുവിൽ പറയുന്നു ഖുദ എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ളതാണ്. അപ്പോൾ ഖുദ മേരാ ഖുദ മേരി ഖുദ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നൊരു സിസ്റ്റർ തന്നെ ഖുദ എന്നുള്ളതിന് പകരം കൂത്താന്ന് പറയാം. കൂത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിയായി. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്ന് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ കൂത്താന്ന് പറയാൻ പാടില്ല, കൂത്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അതിൽ കുത എന്ന് പറയുന്നു. സിസ്റ്റർ സമ്മതിക്കില്ല. സിസ്റ്ററിൻ്റെ വിചാരം സിസ്റ്ററിനെ എല്ലാം അറിയാമെന്നുള്ള ധാരണയിൽ കുതാനായി കുത്താ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി. അവസാനം ഞങ്ങൾ ചെന്നൊരു പറഞ്ഞു വെച്ചാൽ സിസ്റ്റർ ഇത് കുതയല്ല, കുതാന്നാണ് പറയേണ്ടത്, കുത്താന്ന് പറഞ്ഞാൽ പട്ടിയാണ്.
അപ്പോഴാണ് സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഈ ലാംഗ്വേജിലൊക്കെ ഞങ്ങൾ പിക്കപ്പ് ചെയ്യാനൊക്കെ സാധിച്ചതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെ അത് പഠിച്ചു. ക്രിസ്മസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അന്നത്തെ ആഘോഷങ്ങൾ കഴിയുന്നതോടുകൂടി സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങും. പിന്നെ ആ ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ഞായറാഴ്ചകൾ മേടിക്കുന്ന ഇറച്ചിയോ അങ്ങനെ കറികൾ, നല്ല വിരുന്നുകാർ വരണം. അന്ന് പറയും വിരുന്ന് വന്നാലും വിരുന്ന് പോയാലും ദുഃഖം കോഴിക്കുന്നത്. കാരണം വിരുന്നുകാർ വരുമ്പോഴാണ് ഒരു കോഴിയെ കൊല്ലുക. അപ്പം അതുകൊണ്ട് ആര് വിരുന്ന് വന്നാലും നഷ്ടം കോഴിക്കാണ്. ഒരു കോഴിയെ കൊന്ന് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കലാണ് വിരുന്നിൻ്റെ ഒരു അടയാളം. ആ കാലത്ത് മറ്റു ദിവസങ്ങളിൽ മിക്കവാറും അർദ്ധപട്ടിണിയായിരിക്കും, മുഴുപട്ടിണിയല്ല. സമൃദ്ധമായ ഭക്ഷണം കിട്ടില്ല. ഇതിനിടയ്ക്കുള്ള അവസ്ഥയാണ് ഈ അർദ്ധപട്ടിണി എന്ന് പറയുന്നത്. 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടും, പക്ഷെ സമൃദ്ധമായിട്ട് കിട്ടില്ല. അപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടല്ല. അപ്പം ഞങ്ങളുടെ 7 മക്കളുണ്ടായിരുന്നു, അപ്പനും അമ്മയും. 9 പ്ലേറ്റിൽ വിളമ്പണം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ അരിയിട്ടാൽ അത് 9 പ്ലേറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതൊരു വിളമ്പി വരുമ്പോൾ അവസാനത്തെ പ്ലേറ്റിൽ മിക്കവാറും ഒന്നും ഉണ്ടാവില്ല. ആ പ്ലേറ്റ് ആർക്കുള്ളതെന്ന് അറിയാമോ? അമ്മയ്ക്കുള്ളതാണ്. പക്ഷെ ഞങ്ങൾ സ്നേഹം കാണിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും 7 പേരും ഓരോ സ്പൂണ് അല്ലെങ്കിൽ ഓരോ പ്ലാവിലൊക്കെ നമുക്ക് പറയാം, അത് അമ്മയുടെ പാത്രത്തിൽ ഇടും. അപ്പോൾ 7 പേര് വിട്ട് കഴിയുമ്പോൾ അമ്മയ്ക്ക് കഴിക്കാത്ത ഭക്ഷണമാകും. അപ്പം അമ്മയുടെ മനസ്സും നിറഞ്ഞു, ഞങ്ങളുടെ മനസ്സും നിറഞ്ഞു. അമ്മയുടെ അർത്ഥപട്ടിണി മാറി. അത്രയും സാധിച്ചിരുന്നുള്ളൂ. സാധിക്കുന്ന വിധം അപ്പൻ ആഘോഷിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് തുണി റേഷനാണ്, മണ്ണെണ്ണ റേഷനാണ്, അരി അതുപോലെ ഭക്ഷണ സാധനങ്ങളൊക്കെ റേഷൻ കടയാണ്. പിന്നെ അവർ ഭക്ഷണം കഴിച്ചിരുന്നത് ഈ വലിയ പനയൊക്കെ നിൽക്കുന്നത് ഈ വേനൽക്കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പന മുറിക്കും. എന്നിട്ട് അതിൻ്റെ നൂറെടുത്ത് അത് കുറ്റി ചതച്ച് നൂറ് വാറ്റിയെടുത്ത് അതുകൊണ്ട് കുറുക്കുണ്ടാക്കി അല്ലെങ്കിൽ കറി ഉണ്ടാക്കി ഒരേ നേരത്തെ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ കഴിച്ചിരുന്ന മറ്റൊരു സാധനമാണ് നാട്ടുമാവിൻ്റെ അണ്ടി. അതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് അതിനുള്ളിലുള്ള കാമ്പെടുത്ത് ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി അതിൻ്റെ നീരുറവി എടുത്തിട്ട് അത് പലഹാരങ്ങളുണ്ടാക്കിയോ കുറുക്കായിട്ടോ അടയായിട്ടോ ഒക്കെ ഉപയോഗിച്ച് ഓരോ നേരത്തെ ഭക്ഷണമായിട്ട് കഴിച്ചിരുന്നു. അപ്പനും വേറെ കുറേ ആൾക്കാരൊക്കെ കൂടി കൊച്ചിക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് 3 വലിയ ചാക്ക്, അന്നത്തെ ഒരു ചാക്ക് അരി എന്ന് പറഞ്ഞാൽ 70 കിലോ 75 കിലോ ഉണ്ടാവും. അങ്ങനത്തെ 3 വലിയ ചാക്ക് അരി കൊണ്ടുവന്നു. അപ്പോൾ മലബാറിൽ നിന്ന് കടത്തി കൊച്ചിയിലേക്ക് കടക്കുമ്പോൾ അതിനൊക്കെ ചുങ്കം കൊടുക്കണം, പിന്നെ അതിന് പെർമിറ്റ് മേടിക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലൊക്കെ സാൾട്ടുകാരുണ്ട്. ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ വഞ്ചി വന്നിട്ട് സാധനങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ സാൾട്ട് എന്ന് പറഞ്ഞാൽ എക്സൈസുകാരാണ്. അവർ വന്ന് അത് പിടികൂടുകയോ വസ്തു കണ്ടുകെട്ടുകയോ അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുകയോ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ ജയിലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അരി കൊണ്ടുവന്നത് ആരോ ഒരു സൂചന അറിഞ്ഞു. എന്നിട്ട് സാൾട്ടുകാർ വരുന്നുണ്ടെന്നുള്ളൊരു പേര് പറഞ്ഞപ്പോൾ ഈ അരി മുഴുവൻ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഒരു പറമ്പിൽ, ആൾ താമസമില്ലാത്തൊരു പറമ്പുണ്ട്, ആ കിണറ്റിൽ കൊണ്ടിട്ടു. വലിയ സങ്കടം ഉണ്ടാക്കിയൊരു കാര്യമാണത്. കാരണം അല്ലെങ്കിൽ ഈ അനധികൃതമായി സാധനം കടത്തി എന്നുള്ള കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ അരി അങ്ങനെ വെള്ളത്തിൽ കൊണ്ടിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ആൾക്കാർക്ക് കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് അതൊരു എൻ്റെ അനുഭവമാണ് ചെറുപ്പത്തിലെ. വീട്ടിലെ ഈ അർദ്ധപട്ടിണിയുടെ കാലത്തിൽ മുഴുപട്ടിണി കിടന്ന മനുഷ്യരെ നമ്മൾ ഓർക്കും. ഒരു നേരവും ഭക്ഷണം വയ്ക്കാൻ പറ്റാത്ത അങ്ങനത്തെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയും നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ പട്ടിണിയൊന്നുമല്ല. ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവർക്ക് പരക്ലേശ വിവേകമുള്ളൂ. ദാരിദ്ര്യം എന്താണെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞവരാണ് വലിയ മഹാന്മാരൊക്കെ ആയിത്തീർന്നിട്ടുള്ളത്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ചില സന്യാസിമാരൊക്കെ ജീവിച്ചിട്ടുള്ളത്. ഞങ്ങളവിടെയുള്ള ആൾക്കാരൊക്കെ അന്ന് ഇന്നത്തെ പോലെ പാസ്പോർട്ട് വിസയൊന്നും എടുത്തിട്ടുള്ള പണികളായിരുന്നില്ല. അവിടെ ചാവക്കാട് നിന്ന് പത്തേമാരികൾ ഗൾഫിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന
പത്തേമാരികൾ, അല്ലെങ്കിൽ മരം ചങ്ങാടമായിട്ട് കൊണ്ടുപോകുന്ന വലിയ ചങ്ങാടങ്ങൾ, അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് 3-4 ദിവസത്തെ വെയിലും മഴയും ഒക്കെ കൊണ്ട് ഗൾഫിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ കടലിൽ വെച്ച് ഭക്ഷണ സാധനം കിട്ടാത്തതുകൊണ്ട് അവർ പോകുമ്പോൾ ഒരു തോർത്തുമുണ്ടിൻ്റെ തലയ്ക്ക് കുറേ അവൽ കെട്ടി നിറയ്ക്കും. ഒരു കുടത്തിൽ കുടിക്കാനുള്ള പച്ചവെള്ളമാവും. ഇത് രണ്ടും കൂടി ചങ്ങാടത്തിൽ കയറി സലാലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എവിടെയെങ്കിലും കൊണ്ട്, അപ്പോൾ ഇവർ മിക്കവാറും 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇപ്പുറേ ഒരു കടലിലേക്ക് ചാടിക്കും. അവിടെ പോലീസുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ വഞ്ചി അങ്ങോട്ട് പോവില്ല, നിങ്ങളിവിടെ ഇറങ്ങിക്കോ, എന്നിട്ട് പതുക്കെ അങ്ങോട്ട് നീന്തി ചെല്ലണതാണ് ഗൾഫ് എന്ന് പറഞ്ഞ് വിട്ടിട്ട് അവരെ വിടും. ചിലർ അങ്ങനെ കൊണ്ടിറക്കിയിട്ട് ഗുജറാത്ത് തീരത്തിറക്കി അവരെയൊക്കെ പോലീസ് പിടിച്ച് തലമുട്ടയടിച്ച് ജയിലിലാക്കിയ കുറേ ദിവസം കഴിയുമ്പോൾ വിട്ട അനുഭവങ്ങളും ഉണ്ട്. ഈ ഗൾഫിൽ നിന്ന് വന്നവരുടെ അവരുടെ വീട്ടിലൊക്കെ വലിയ ആഘോഷങ്ങളാണ്. ഒരു സദ്യ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ വീട്ടിനേക്കാൾ വലിയ രീതിയിൽ ഏതെല്ലാം വിധത്തിൽ അലങ്കരിക്കാമോ ആ വക അലങ്കാരങ്ങൾ, വലിയ പന്തലുകൾ, സദ്യ, നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് സദ്യ കൊടുക്കൽ, അങ്ങനെയൊക്കെ വലിയ ആഘോഷങ്ങൾ ഗൾഫുകാരും കാണിച്ചിരുന്നു. പിന്നെ എന്തു സംഭവിച്ചു? ഗൾഫുകാരും കാണിക്കുന്ന എല്ലാ കോപ്പറേറ്റീവും അനുകരിക്കാൻ സാധാരണക്കാരന് നിർബന്ധിതനായി. അന്ന് പേർഷ്യയ്ക്ക് പോകുന്നവരെ കുറിച്ച് ഞങ്ങൾ പറയാറുള്ളത് NOC-കാരൻ എന്നാണ്. NOC എന്ന് പറഞ്ഞാൽ നാട് വിട്ട് ഓടിപ്പോയ ചെറുപ്പക്കാരൻ എന്നാണ് അതിൻ്റെ അർത്ഥം. NOC. ഈ NOC-കാരൻ തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേക അടയാളമൊക്കെ ഉണ്ട്. അവൻ ഒരു 555 സിഗരറ്റ് പാക്കറ്റ്, അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റർ, അവൻ ദേഹം മുഴുവൻ വലിയ അത്ര പൂശിയ അലങ്കാരം, ഒരു വലിയ മണം, അതൊക്കെയായിട്ടാണ് അവർ വഴി കൂടെ നടക്കുക. അപ്പോൾ ഒരു കഷ്ടി ഒരു ഫർലോങ് അകലെ നിന്ന് തന്നെ പേർഷ്യക്കാരൻ്റെ ആ അത്തറിൻ്റെ മണം നമുക്ക് കിട്ടും. പിന്നെ അവരെ നടത്തും, വലിയ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നതും കണ്ടാൽ അവനൊരു NOC-കാരനാണ് എന്ന് മനസ്സിലാവും. അനുഭവങ്ങളിലൂടെ കടന്നു പോവുക, അത് ജീവിക്കുന്ന അനുഭവങ്ങളാക്കി മാറ്റുക, മറ്റുള്ളവർക്ക് പ്രകാശവും പ്രചോദനവും നൽകുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായും അല്ലാതെയും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ മംഗളങ്ങളും അവരുടെ പേരിലും എൻ്റെ പേരിലും നേർന്നുകൊണ്ട് ഈ ക്രിസ്മസ് അനുഭവത്തിലേക്ക് നമുക്ക് ഈ പ്രാവശ്യം കാലുകൾ വെച്ച് കയറിപ്പോകാം. നന്ദി. സ്നാനത്തൊട്ടിയിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ എൻ്റെ പേരെഴുതിയ വൈദികന്, നല്ല കുമ്പസാരം നടത്താൻ എന്നെ പരിശീലിപ്പിച്ച വൈദികന്, ആദ്യമായി എൻ്റെ നാവിൽ വിശുദ്ധ കുർബാന നൽകിയ വൈദികന്, തൈലം പൂശി സ്ഥൈര്യലേപനപ്പെടുത്തിയ വൈദിക ശ്രേഷ്ഠന്, നല്ല മാതൃകയും ശിക്ഷണവുമായി എൻ്റെ ഇടവകയിൽ വന്നുപോയ എല്ലാ വൈദികർക്കും, ദൈവവചനത്തിന്റെ തീ കോരിയിട്ട് എന്നെ ധ്യാനിപ്പിച്ച വൈദികന്, ദാരിദ്ര്യത്തിൽ സാമ്പത്തികമായി എന്നെ സഹായിച്ചിട്ടുള്ള വൈദികർക്ക്, എനിക്ക് ചേർന്ന ഇണയെ എന്നോട് ചേർക്കാൻ മന്ത്രകൂടിയും താലിയും വാഴ്ത്തിയ വൈദികന്, നല്ല സുഹൃത്തുക്കളായി കൂടെ നിൽക്കുന്ന വൈദികന്, പ്രാർത്ഥനാ സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ വൈദികർക്കും, നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച അഭിഷിക്തർ, കണ്ണീർ പൊഴിക്കാൻ നീ ഇടയാക്കരുത്.